സഖാവ് AKG എഴുതി വെച്ചു, സഖാക്കളെ, ഈ യാത്രക്കിടയിൽ എന്റെ കാലിടറുകയാണ്. ഒരുപക്ഷേ ഞാൻ കാലിടറി വീണുപോയേക്കാം. പക്ഷെ മണ്ണിന്റെ മക്കളെ, നിങ്ങൾ സംഘടിത ശക്തിയായി പോരാടുക. നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ സൂര്യോദയമുണ്ട്. ആ പുതിയ ചുവന്ന സൂര്യോദയം നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയും. മഹത്തായ സന്ദേശമാണ് സഖാവ് AKG നമുക്ക് തന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപക നേതാവ് സഖാവ് P. കൃഷ്ണപിള്ള പറഞ്ഞു, അദ്ദേഹം ഒളിവിൽ കഴിയുന്ന അവസരത്തിൽ പാർട്ടിക്ക് വേണ്ടി രേഖ തയ്യാറാക്കുമ്പോൾ സർപ്പദർശനമേറ്റു, പാമ്പ് കടിയേറ്റു. ആ പാമ്പ് കടിയേറ്റ് ശരീരത്തിലേക്ക് വിഷം കയറിക്കൊണ്ടിരിക്കുന്നു. സഖാവ് കൃഷ്ണപിള്ള എഴുതി, സഖാക്കളെ, എനിക്ക് സർപ്പദർശനമേറ്റു, എന്റെ ശരീരത്തിൽ വിഷം കയറുകയാണ്, എന്റെ കൈ വിറക്കുകയാണ്, എന്റെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു വരികയാണ്. സഖാക്കളെ, എന്റെ പേന കൊണ്ട് എനിക്ക് എഴുതാൻ കഴിയുന്നില്ല. പക്ഷെ സഖാക്കളെ, എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ സഖാക്കളെ, നിങ്ങൾ മുന്നോട്ട്. സഖാക്കളെ, ആ മഹത്തായ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് പാർട്ടി സമ്മേളനങ്ങൾ ആ മുന്നേറ്റത്തിന്റെ വഴിത്താരകളാകട്ടെ. അധ്വാനിക്കുന്ന ജനതയുടെ, കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ, അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിന്റെ, പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗത്തിന്റെ ആശയും വെളിച്ചവുമായി ഈ ചെമ്പതാക ഉയർത്തിപ്പിടിക്കുക, പോരാടുക. ആ മഹത്തായ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. പൊരുതി മരിച്ച രണഭൂമി, ഈ ഭൂമി നമുക്കതിന് കരുത്തും ശക്തിയും നൽകും. അതിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഇന്ത്യ ഭരിക്കുന്ന BJP, ആ BJP രാജ്യം മുഴുവൻ സംഘർഷം ഉണ്ടാക്കുകയാണ്, മതവിദ്വേഷം പ്രചരിപ്പിക്കുകയാണ്. ഇനിയും കലാപങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നീക്കമാണ്. ഇതിനെ ജാഗ്രതയോടുകൂടി കണ്ട് മതനിരപേക്ഷത കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇടതുപക്ഷ പ്രസ്ഥാനം ശക്തി പ്രാപിക്കണം. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കല്ലാതെ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കല്ലാതെ ഈ നീക്കങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കരുത്തും ശക്തിയും ഉണ്ടാകണം. എങ്കിലേ ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയുണ്ടാകൂ. താൽക്കാലികമായി വരുന്ന പ്രതിഭാസത്തെ തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷത്തിനെതിരായി ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രചാരവേലകൾ നടത്തി തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുമായിരിക്കും. പക്ഷെ CPM കാണുന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പാണ്, ജനങ്ങളുടെ സംരക്ഷണമാണ്. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, മാർക്സിസ്റ്റിനെ ശക്തിപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള മുഖ്യമായിട്ടുള്ള ചുമതല. ആ ലക്ഷ്യം നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. ഇന്നലെ കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ത്യൻ ജനതയെ സംരക്ഷിക്കാനോ ജനതയുടെ ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനോ അവർക്ക് ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല, ഇനിയൊട്ട് കഴിയുകയുമില്ല. ഇന്ത്യ സഖ്യത്തിലൊരു പാർട്ടിയാണല്ലോ കോൺഗ്രസ്. അവരുടെ ലക്ഷ്യം BJPയെ തോൽപ്പിക്കലാണോ? കോൺഗ്രസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ ഇന്ത്യയുടെ ഭാവിക്ക് ഗുണകരമായിട്ടുള്ളതല്ല. മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കാനോ RSS സംഘപരിവാറിന്റെ ഭീകരതക്കെതിരെ ജനങ്ങളെ അണിനിരത്താണ് BJPയുടെ ഹിന്ദു രാഷ്ട്രം, കോർപ്പറേറ്റഡ് ഹിന്ദുത്വ രാഷ്ട്രം എന്ന വൻകിടക്കാരുടെ താല്പര്യം സംരക്ഷിക്കുന്ന സംവിധാനത്തെ കാത്തു സൂക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. കേരളത്തിൽ അതിന്റെ ഭാഗമാണ് അവർ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റിനെ എതിർക്കുന്നത്. ഈ കേരളത്തിന്റെ ഏതെങ്കിലും നല്ല കാര്യത്തിന് ഇന്ന് വരെ കോൺഗ്രസ് അനുകൂലിച്ചിട്ടുണ്ടോ? കേരളത്തിന്റെ ഏതെങ്കിലും വികസനത്തെ അവർ അനുകൂലിച്ചിട്ടുണ്ടോ? എല്ലാ വികസന പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്തുക, എല്ലാ പുരോഗമനപരമായ നടപടികളെ തകർക്കുക. 957 സഖാവ് VMS ഗവൺമെന്റ്, ഒന്നാം ഗവൺമെന്റ് വന്നു. കേരള സംസ്ഥാനം രൂപീകരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ സഖാവ് VMS അധികാരത്തിൽ വന്നു. VMS അധികാരത്തിൽ വന്ന് നടപ്പിലാക്കിയ നിയമമാണ് ഭൂപരിഷ്കരണം. ഇന്നീ കാണുന്ന ഭൂമിയെല്ലാം നിങ്ങളുടേതാണ്. എങ്ങനെയാ ഭൂമി നമ്മുടേതായി? EMS ഗവൺമെന്റ് വന്നത് കൊണ്ടാണ്. ആ നിയമം പാസാക്കിയപ്പോൾ എന്താ കോൺഗ്രസ് ചെയ്തത്? അമേരിക്കൻ ചാരസംഘടനയായ CIA, ആ CIAയിൽ നിന്ന് അന്നത്തെ 10 കോടി, ഇന്നത്തെ 1000 കോടിക്ക് അപ്പുറമാണത്. ആ പണം വാങ്ങിയിട്ടല്ലേ കോൺഗ്രസ് വിമോചന സമരം നടത്തിയത്? ആ ഗവൺമെന്റ് പൊളിക്കാൻ എന്നിട്ടും കഴിഞ്ഞില്ല. അവസാനം ആ ഗവൺമെന്റ് പിരിച്ചുവിട്ടു. എന്തൊക്കെ അക്രമങ്ങളാണ് കോൺഗ്രസ് 57-59 കാലഘട്ടത്തിൽ നടത്തിയത്? ആ കോൺഗ്രസ് പാർട്ടി ഈ കേരളത്തിലെ ഏതെങ്കിലും പുരോഗമനപരമായ ഒരു നിയമത്തെ അനുകൂലിച്ചിട്ടുണ്ടോ? കുടികിടപ്പ് അവകാശം കൊടുത്തു, മിച്ചഭൂമി ഏറ്റെടുത്തു, ഭൂരഹിതർക്ക് ഭൂമി കൊടുത്തു. ഇതിനെല്ലാം കോൺഗ്രസ് എതിരല്ലേ? മിച്ചഭൂമി ഏറ്റെടുക്കുന്നതിനെതിരായിട്ട് കാസർഗോഡ് ഇടനീരിലെ മഠാധിപതിയെ ഉപയോഗിച്ചുകൊണ്ട് ഭൂ പരിഷ്കരണ നിയമത്തിനെതിരെ നിലപാടുകൾ കോടതിയെ കൊണ്ട് നിലപാടെടുപ്പിക്കാൻ കേസ് കൊടുപ്പിച്ച് പ്രവർത്തിച്ച പാർട്ടിയായി കോൺഗ്രസ്. കേരളത്തിന്റെ ഇന്ന് വരെയുള്ള എല്ലാ പുരോഗതികളെയും അവർ തടസ്സപ്പെടുത്തുന്നു, ഇല്ലായ്മ ചെയ്യുന്നു. ഇന്ന് കേരളം വലിയൊരു വികസനോന്മുഖമാണ്.
57 കമ്മ്യൂണിസ്റ്റുകാർ തുടങ്ങി വെച്ച ആ പ്രക്രിയയുടെ തുടക്കം ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. അതിദരിദ്രരില്ലാത്തൊരു നാടാണ് കേരളം. ഇവിടെ ഭവനരഹിതരില്ലാത്തൊരു കേരളം സൃഷ്ടിക്കുകയാണ്. തൊഴിൽ രഹിതരില്ലാത്തൊരു കേരളമാണ് ലക്ഷ്യം. ആരോഗ്യരംഗത്ത് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി. സാമൂഹ്യക്ഷേമ രംഗത്ത് ഇന്ത്യയിൽ 62 ലക്ഷം ആളുകൾക്ക് കേരളത്തിൽ സാമൂഹ്യ പെൻഷൻ കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളത്തിലുള്ളത്. ആ ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നു. ഈ സംസ്ഥാനത്തിന്റെ വിഭവം ഈ നാടിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ആ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുകയാണോ ചെയ്യുന്നത് കോൺഗ്രസ്? ആ ഗവൺമെന്റിന്റെ എല്ലാ പുരോഗമനപരമായ നടപടികളെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. അതിനിപ്പോൾ അവർ ആവിഷ്കരിച്ചിട്ടുള്ള ഒട്ടനവധി പദ്ധതികളുണ്ട്. അതിലൊരു പ്രധാന ഭാഗം മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു. മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരായിട്ട് പ്രചാരവേല, അതുപോലെ തന്നെ ഇടതുപക്ഷ നേതാക്കൾക്കെതിരെ, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പാർട്ടിയെ തകർക്കാൻ, നേതൃത്വത്തെ ആക്രമിച്ച് തകർക്കുക, പാർട്ടി സഖാക്കളിൽ നേതൃത്വത്തിനെതിരായി അവിശ്വാസം ഉണ്ടാക്കാൻ കഴിയത്തക്ക നിലയിൽ വാർത്തകൾ സൃഷ്ടിക്കുക, അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മാധ്യമങ്ങൾക്ക് പിന്നിൽ വലിയൊരു ശക്തി UDFന്റെ താല്പര്യങ്ങളാണ്, പണത്തിന്റെ സ്വാധീനമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ സംസ്ഥാനത്തിലെ എല്ലാ ചാനലുകളും എല്ലാ മാധ്യമങ്ങളും പണം കൊടുത്ത് BJPയും UDFും കരസ്ഥമാക്കി. അങ്ങനെയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പ്രചരണ രംഗത്ത് ഇത് ഉപയോഗിക്കുകയാണ്. ഇപ്പോഴും കേരളത്തിൽ എന്തൊക്കെ പ്രചരണങ്ങളാണ് അഴിച്ചുവിടുന്നത്. ഇവിടെയൊക്കെ വലിയ പ്രചാരം കൊടുത്തല്ലോ. പൂരം കലക്കി. ഏത് പൂരാ കലക്കിന്ന്? ഇവിടെ ഇവരുടെ എല്ലാം പ്രചാരണമല്ലേ? മാധ്യമങ്ങൾ അതല്ലേ? പൂരം കലക്കി. ഏത് പൂരാ കലക്കിയത്? തൃശ്ശൂരിൽ സാധാരണ വർഷങ്ങൾ നടക്കുന്ന പൂരം മഹോത്സവം, ആ മഹോത്സവം അതിന്റെ എല്ലാ ചടങ്ങുകളും എല്ലാ പൂജാതി കർമ്മങ്ങളും എല്ലാം പൂർത്തീകരിച്ചു. എല്ലാ നടപടികളും പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ തെടമ്പുമായി ആന പുറത്തേക്ക് വരും. എഴുന്നള്ളത്ത്. ആ എഴുന്നള്ളത്ത് പുറത്തു വന്നാൽ പടക്കം പൊട്ടും. പടക്കം പൊട്ടാൻ വേണ്ടിയിട്ട് പടക്കങ്ങളൊക്കെ തയ്യാറാക്കും. അപ്പൊ പോലീസ് പറഞ്ഞു, പടക്കം പൊട്ടിക്കണമെങ്കിൽ ഈ പടക്കം സൂക്ഷിക്കുന്നവരുടെ ഷോറൂം ഈ പൊട്ടിക്കുന്ന സ്ഥലത്ത് നിന്ന് 100 മീറ്റർ അകലെയായിരിക്കണം. എങ്കിലേ പടക്കം പൊട്ടിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ അപകടമുണ്ടാകും. കൊല്ലത്ത് അപകടമുണ്ടായി എത്ര പേരാ മരിച്ചത്? ഈ അനുഭവത്തിൽ നിന്ന് പോലീസ് പറഞ്ഞു, പടക്കം പൊട്ടിക്കണമെങ്കിൽ 100 മീറ്റർ മാറി വേണം പടക്കം പൊട്ടിക്കാൻ. അതുപോലെ ജനക്കൂട്ടം 100 മീറ്റർ അപ്പുറത്ത്. കാരണം അവിടുന്ന് പടക്കം പൊട്ടിയാൽ ജനങ്ങൾക്ക് അപകടം ഉണ്ടാകരുത്. ഈ സുരക്ഷിതത്വം വേണമെന്ന് പറഞ്ഞു. BJPക്കാരെ പറഞ്ഞു, ഞങ്ങളിവിടെ പടക്കം പൊട്ടിക്കും. ഒരു പോലീസ് ഉത്തരവും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. മനുഷ്യരെ രക്ഷിക്കാൻ ബാധ്യതയില്ല ഈ ഗവൺമെന്റിന്. നിങ്ങൾ നീലേശ്വരത്ത് കഴിഞ്ഞ ഒരു 2-3 ആഴ്ചക്ക് മുമ്പ് നീലേശ്വരത്ത് ഒരു ക്ഷേത്രത്തിന് മുമ്പിൽ പടക്കം പൊട്ടിക്കുന്ന അശ്രദ്ധയോടുകൂടി 7 ആളുകൾ മരിച്ചു, 150ഓളം ആളുകൾക്ക് പരിക്ക്. എത്ര ദുഃഖകരമായ സംഭവമാ. അവിടെ പോലീസ് പറഞ്ഞു, നിയമം പാലിച്ചേ പറ്റൂ. അതോടൊപ്പം BJPക്കാരെ പ്രശ്നമുണ്ടാക്കി. ആ പ്രശ്നത്തോടൊപ്പം കോൺഗ്രസ്സുകാരും കൂടി എല്ലാം കൂടി ബഹളമാക്കി. അതിന്റെ ഭാഗമായിട്ട് പിന്നീട് പ്രചരണം പൂരം കലക്കി. പോലീസിനെ നിലപാടെടുത്തു. 2 മണിക്കൂർ കഴിഞ്ഞ് എല്ലാവരെയും മാറ്റി നിർത്തി പടക്കം പൊട്ടിച്ചു. അവിടെ ഏത് പൂരാ കലക്കീന്? എന്താ അതിന്റെ അടിസ്ഥാനം? വിശ്വാസികൾക്കിടയിൽ തെറ്റായ പ്രചാരവല നടത്തുക. ആ പൂരം കലക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തുമ്പോൾ അവിടുത്തെ കോൺഗ്രസിന്റെ MP ഒരു ആംബുലൻസിൽ വരുന്നു. പിന്നെ അയാള് ഏതിലാ വന്നെന്ന് അദ്ദേഹത്തിന് തന്നെ നിശ്ചയമില്ല. ആംബുലൻസിലോ വന്നത്, ഏത് അവസ്ഥയിലാ വന്നതെന്നും ആ കോൺഗ്രസ് BJPയുടെ MPക്ക് ഓർമ്മയില്ല. അതാ അവിടെ കണ്ടത്. അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തെറ്റായ നിലയിൽ പ്രചരണങ്ങൾ അഴിച്ചുവിടുക, അതാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇവിടെ ഇപ്പോഴെന്താ അന്തർധാര? CPMഉം BJPയും. ഏതാ അന്തർധാര? തൃശ്ശൂർ തെരഞ്ഞെടുപ്പ്, ലോകസഭാ തെരഞ്ഞെടുപ്പ്, BJPയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിച്ചത് 76,000 ശിഷ്ടം വോട്ടിന്. സുരേഷ് ഗോപി ജയിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയ വോട്ടിനേക്കാൾ 86,900 വോട്ട് കോൺഗ്രസിനില്ല. 76,000 വോട്ട് സുരേഷ് ഗോപിക്ക് അധികം കിട്ടി. CPMന് ഇടതുപക്ഷത്തിന് 16,622 വോട്ട് CPMന് വർദ്ധിച്ചു. കോൺഗ്രസിന്റെ വോട്ട് എങ്ങോട്ട് പോയി? കോൺഗ്രസിന്റെ വോട്ട് BJPക്ക് കൊടുത്തു. പണം വാങ്ങി. കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ്, അവിടെ സ്ഥാനാർത്ഥിയായിരുന്നു കോൺഗ്രസ് നേതാവ് മുരളീധരൻ.
മുരളീധരൻ പറഞ്ഞു എന്നെ തോൽപ്പിച്ചതാണ് ഇവിടുത്തെ DCC പ്രസിഡന്റും കൂട്ടരും. അവർ BJPയിൽ നിന്നും പണം വാങ്ങി എന്നെ തോൽപ്പിച്ചു. അവരാണ് എന്നെ തോൽപ്പിച്ചത്. പരസ്യമായി പറഞ്ഞില്ലേ? കോൺഗ്രസിന്റെ നേതൃത്വം അവിടുത്തെ DCC പ്രസിഡന്റിനെ സ്ഥാനത്ത് നിന്നും നീക്കി അന്വേഷണത്തിന് ഉത്തരവിട്ടു. കോൺഗ്രസിന്റെ ഓരോ നേതാവിനും പണം കൊടുത്തിട്ട് വോട്ട് കച്ചവടം നടത്തി. BJP ജയിച്ചു. ആരാ അന്തർധാര? അന്തർധാരി ആരുമായിട്ട്? എന്നിട്ട് ഞങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ചോദ്യം. ഇവിടെ അടുത്ത ദിവസങ്ങളിലായിട്ടാണ് 3 ഉപതെരഞ്ഞെടുപ്പുകൾ. ഒന്ന് വയനാട്, മറ്റൊന്ന് പാലക്കാട്, മറ്റൊന്ന് ചേലക്കര. പാലക്കാട് എങ്ങനെയാ ജയിച്ചത്? ജമായത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം ഇന്ത്യയിൽ ഇസ്ലാം രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളതാണ്. RSSന്റെ ലക്ഷ്യം ഇന്ത്യയിൽ ഹിന്ദു രാഷ്ട്രം. ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം ഇസ്ലാം രാഷ്ട്രം. അതുപോലെ തന്നെ SDPI അവരുടെ ലക്ഷ്യം ഇസ്ലാം രാഷ്ട്രം. അവരുടെ വളണ്ടിയർ സംഘടന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും SDPIയും ഇന്ത്യയിൽ ഇസ്ലാം രാഷ്ട്രം സ്ഥാപിക്കാൻ നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും UDFനോടൊപ്പം അണിനിരന്നില്ലേ? മുസ്ലിം ലീഗിനോടൊപ്പം അണിനിരന്നില്ലേ? മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ഒന്നിച്ചങ്ങ് ചേരുമ്പോൾ ഇവിടുത്തെ സാധാരണ മുസ്ലിം ജനതക്ക് സംരക്ഷണം കിട്ടുമോ? അവർ ആപത്താണ് ഉണ്ടാക്കുക. കോൺഗ്രസ് അവിടെ ചെയ്തത് ജയിക്കണമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും വോട്ട് വേണം. പാലക്കാട് മണ്ഡലത്തിൽ 10,000-ൽ പരം വോട്ട് SDPIക്കുണ്ട്. SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഓരോരാൾ ചേർന്ന് മുസ്ലിം വീടുകളെ കയറിയിറങ്ങി കോൺഗ്രസിന് വേണ്ടി വർഗീയ പ്രചരണം നടത്തി. അവിടെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി. ഒരു ഭാഗത്ത് RSS വോട്ടിന്റെ കച്ചവടം, മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ കച്ചവടം. മുസ്ലിം ലീഗ് എവിടെ നിൽക്കുന്നു? മുസ്ലിം ലീഗിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അല്ല, മുൻകാല പ്രസിഡന്റുമാരെല്ലാം ജമാഅത്തെ ഇസ്ലാമിയെ SDPIയെ ഒരു പരിധിവരെ പുറത്തു നിർത്തിയിരുന്നു. ഇപ്പോഴത്തെ പ്രസിഡന്റും മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും ഒന്നിച്ചുള്ള യാത്രയാണ് മുസ്ലിം ലീഗിന്. മുസ്ലിം ലീഗിന്റെ അസ്തിത്വം നഷ്ടപ്പെടും. അവരെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലാണ് മത്സരിക്കുന്നത്. അതിന്റെ പ്രസിഡന്റിനെ വിമർശിക്കും. അത് വിമർശിക്കുന്ന മതപരമായ വിമർശനമല്ല. അത് മതപരമായ വിമർശനം എന്ന് പറയുന്നത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനാണ്. അതുകൊണ്ട് വർഗീയ ശക്തികളെ, ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയെ വോട്ടിന് വേണ്ടി ആശ്രയിച്ച് അതിന്റെ ചെലവിലാ ജയിച്ചത്. അഭിമാനിക്കാനുള്ള നേട്ടമല്ല, തല കുനിക്കേണ്ടതാണ് അവിടുത്തെ കോൺഗ്രസിന്റെ വിജയം. ചേലക്കരയിൽ ഇടതുപക്ഷം നല്ല വിജയം നേടി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയമാണത്. എന്നാൽ ഞങ്ങൾ പാലക്കാട് സുന്നി വിഭാഗത്തിന്റെ സമസ്തയുടെ 2 പത്രങ്ങളിൽ പരസ്യം കൊടുത്തു. ആ പരസ്യം കൊടുത്തതിനെയാണ് UDFകാരുടെ വിമർശനം, കോൺഗ്രസിന്റെ വിമർശനം. നിങ്ങൾക്ക് വിമർശിക്കാൻ എന്ത് അധികാരമാണുള്ളത്? എന്ത് ധാർമ്മികത? ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം നടക്കുക, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഐക്യമുണ്ടാക്കുക, കൂട്ടുകച്ചവടം നടത്തുക. SDPI പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ഐക്യം. നിങ്ങൾ ഞങ്ങൾക്കെതിരായി പറയും നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയുണ്ട്? ഞങ്ങൾ എവിടെ പരസ്യം കൊടുക്കണമെന്ന് നിങ്ങളോട് ചോദിക്കണോ? ഇവിടുത്തെ തെക്കും വടക്കും തിരിയാത്തൊരു VD സതീശൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ധാരണയും ഇല്ലാത്തൊരു പ്രതിപക്ഷ നേതാവ്, ഈ സംസ്ഥാനത്തിന്റെ വികസനങ്ങളെ തകർക്കാൻ മാത്രം ഓടി നടക്കുന്ന ഒരു നേതാവുണ്ട്. ഞങ്ങൾ സതീശനോട് ചോദിക്കണോ? RSSന്റെ ക്യാമ്പിന് കാവൽ നിൽക്കുന്ന KPCC പ്രസിഡന്റിനോട് ചോദിക്കണോ ഞങ്ങൾ പരസ്യം കൊടുക്കാൻ? ഞങ്ങൾക്ക് ഗുണം കിട്ടുന്ന പത്രത്തിൽ ഞങ്ങൾ പരസ്യം കൊടുത്തിട്ടുണ്ട്. ഒന്ന് സുന്നിയുടെ പത്രം തന്നെയാണ്. സുന്നി സമസ്ത ഈ 2 വിഭാഗക്കാരും സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട്. മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കിട്ടണമെങ്കിൽ, മതന്യൂനപക്ഷങ്ങൾക്ക്, മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് അവരുടെ മതവിശ്വാസം വെച്ച് പുലർത്തി പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ ഒരു മതനിരപേക്ഷത രാഷ്ട്രം ഉണ്ടാകണം. മതനിരപേക്ഷത രാജ്യത്ത് മാത്രമേ മതന്യൂനപക്ഷത്തിന്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കുകയുള്ളൂ എന്ന നിലപാട് സ്വീകരിക്കുന്നവരാ സുന്നിക്കാര്. ഞങ്ങൾ സുന്നിയുടെ പത്രത്തെ കൊടുത്തിട്ടുണ്ട്. അല്ല, വീക്ഷണത്തെ കൊടുക്കണോ? നിങ്ങൾക്ക് തരണോ? ഞങ്ങൾക്ക് ഗുണം കിട്ടുന്ന പത്രത്തെ ഞങ്ങൾ കൊടുക്കും. നിങ്ങൾക്ക് എന്താ വിമർശിക്കാൻ അധികാരം? എന്തും പറയാൻ ലൈസൻസ് കൊടുത്ത് വിട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു ശകുനം മുടക്കി കേരളത്തിന്റെ വികസനങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി ഒരു ശകുനം മുടക്കിയായി വഴിയിൽ കിടക്കുന്ന
VD സതീശനും KPCC പ്രസിഡന്റും രണ്ടും ഒരുപോലെയാണ്. കോൺഗ്രസുകാർ അവരെ തിരിച്ചറിയണം. അവരാർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിയണം. മതന്യൂനപക്ഷ വിഭാഗങ്ങൾ തിരിച്ചറിയണം. മുസ്ലിം ലീഗിന്റെ നിലപാട്, മുസ്ലിം ലീഗിന്റെ പിന്നിൽ അണിനിരന്ന ബഹുജനങ്ങൾ ഈ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കണം, ചിന്തിക്കണമെന്നാണ് അവരോടെല്ലാം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. അതുകൊണ്ട് മതനിരപേക്ഷത കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ ഇന്ത്യ സംരക്ഷിക്കാൻ, കേരളത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ, ഐശ്വര്യ സമ്പുഷ്ടമായ ഒരു കേരളം കെട്ടിപ്പടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശക്തി പ്രാപിക്കണം. ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്തണമെങ്കിൽ ഭൂരിപക്ഷ ജനവിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ, കർഷക തൊഴിലാളി താല്പര്യങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ശക്തിപ്പെടണം. ആ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ പോരാടുക. മൺമറഞ്ഞുപോയ നേതാക്കൾ VMS പറഞ്ഞു, സഖാക്കളെ, നമ്മുടെ വളർച്ചയ്ക്ക് നമ്മുടെ മുമ്പിൽ മാർക്സിസം ലെനിനിസമാണ് ആയുധം. ആ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സിദ്ധാന്തത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പോരാടുക. സഖാവ് AKG എഴുതി വെച്ചു, സഖാക്കളെ, ഈ യാത്രക്കിടയിൽ എന്റെ കാലിടറുകയാണ്. ഒരുപക്ഷേ ഞാൻ കാലിടറി വീണുപോയേക്കാം. പക്ഷെ മണ്ണിന്റെ മക്കളെ, നിങ്ങൾ സംഘടിത ശക്തിയായി പോരാടുക. നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ സൂര്യോദയമുണ്ട്. ആ പുതിയ ചുവന്ന സൂര്യോദയം നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയും. മഹത്തായ സന്ദേശമാണ് സഖാവ് AKG നമുക്ക് തന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപക നേതാവ് സഖാവ് P. കൃഷ്ണപിള്ള പറഞ്ഞു, അദ്ദേഹം ഒളിവിൽ കഴിയുന്ന അവസരത്തിൽ പാർട്ടിക്ക് വേണ്ടി രേഖ തയ്യാറാക്കുമ്പോൾ സർപ്പദർശനമേറ്റു, പാമ്പ് കടിയേറ്റു. ആ പാമ്പ് കടിയേറ്റ് ശരീരത്തിലേക്ക് വിഷം കയറിക്കൊണ്ടിരിക്കുന്നു. സഖാവ് കൃഷ്ണപിള്ള എഴുതി, സഖാക്കളെ, എനിക്ക് സർപ്പദർശനമേറ്റു, എന്റെ ശരീരത്തിൽ വിഷം കയറുകയാണ്, എന്റെ കൈ വിറക്കുകയാണ്, എന്റെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു വരികയാണ്. സഖാക്കളെ, എന്റെ പേന കൊണ്ട് എനിക്ക് എഴുതാൻ കഴിയുന്നില്ല. പക്ഷെ സഖാക്കളെ, എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ സഖാക്കളെ, നിങ്ങൾ മുന്നോട്ട്. സഖാക്കളെ, ആ മഹത്തായ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് പാർട്ടി സമ്മേളനങ്ങൾ ആ മുന്നേറ്റത്തിന്റെ വഴിത്താരകളാകട്ടെ. അധ്വാനിക്കുന്ന ജനതയുടെ, കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ, അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിന്റെ, പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗത്തിന്റെ ആശയും വെളിച്ചവുമായി ഈ ചെമ്പതാക ഉയർത്തിപ്പിടിക്കുക, പോരാടുക. ആ മഹത്തായ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. പൊരുതി മരിച്ച രണഭൂമി, ഈ ഭൂമി നമുക്കതിന് കരുത്തും ശക്തിയും നൽകും. അതിലൂടെ നമുക്ക് സഞ്ചരിക്കാം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദനങ്ങൾ.